ഭഗവാൻ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, ദീർഘമായി ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുക, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരും. അതെങ്ങനെയാണ് ദീർഘമായി ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ തീരുന്നത്? പ്രശ്നങ്ങൾ കൂടുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം കൂടി പറഞ്ഞു, ദീർഘമായി ബോധപൂർവം ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ദീർഘമായി ശ്വാസോച്ഛ്വാസം എടുക്കുമ്പോൾ ചിന്തകൾ അപ്രത്യക്ഷമാകും. പരിശീലിച്ച് നോക്കാം. ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചാൽ ചിന്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ പല മെഡിറ്റേഷൻ ടെക്നിക്കുകളും ഈ ശ്വാസോച്ഛ്വാസത്തിലേക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ പഠിപ്പിക്കുന്നു. അതേപോലെ ഓങ്കാരനാദം, പ്രപഞ്ചത്തിൻ്റെ ശബ്ദം, പ്രകൃതിയുടെ ശബ്ദം, ആഴിയുടെ ശബ്ദം, ആകാശത്തിൻ്റെ ശബ്ദം, കാറ്റിൻ്റെ ശബ്ദം ഓങ്കാരനാദമാണ്, പ്രണവനാദമാണ്. ഇത് നമ്മുടെ ഉള്ളിലും മുഴങ്ങുന്നുണ്ട്. ഓം ജപിക്കുമ്പോൾ, ദീർഘമായിട്ട് ജപിക്കുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചവുമായുള്ള ബന്ധം വിച്ഛേദിക്കുവാനുള്ള ശക്തി കിട്ടുന്നു. അപ്പോൾ അനുഭൂതിയുടെ അടുത്ത തലത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നു. ഇപ്പോൾ നമ്മുടെ അറിവ് ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന വിവരങ്ങളനുസരിച്ചാണ്. ഇന്ദ്രിയങ്ങളിൽ കിട്ടുന്ന അറിവ് മിക്കവാറും എല്ലാം തെറ്റാണ്. എല്ലാത്തരം ശബ്ദങ്ങളെയും കേൾക്കാൻ നമ്മുടെ കാതുകൾക്ക് സാധിക്കില്ല. എല്ലാത്തരം ഗന്ധങ്ങളെയും അറിയുവാൻ മൂക്കിന് സാധിക്കില്ല. എല്ലാത്തരം രശ്മികളെയും കാണാൻ കണ്ണിന് കഴിവില്ല. അങ്ങനെ പരിമിതമായ ഇന്ദ്രിയങ്ങൾ കൊണ്ടറിയുന്ന ലോകമാണ് നമുക്കുള്ളത്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. അപ്പോൾ മനുഷ്യന് ഇന്നറിയുന്ന അവസ്ഥ മുഴുവനും ബോധപൂർവം ഇരിക്കുന്ന ജാഗ്രത അവസ്ഥ. മറ്റൊന്ന് സ്വപ്നാവസ്ഥ, സ്വപ്നം കാണാറുണ്ട്. വേറൊന്ന് സുഷുപ്തി അവസ്ഥ. ഇംഗ്ലീഷിൽ വേക്കിംഗ് സ്റ്റേറ്റ്, ഡ്രീം സ്റ്റേറ്റ്, ഡീപ്പ് സ്ലീപ്പ് സ്റ്റേറ്റ്. അതല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് പറയുന്നത് പോലെ കോൺഷ്യസ് സ്റ്റേറ്റ്, സെമി കോൺഷ്യസ് സ്റ്റേറ്റ്, അൺകോൺഷ്യസ് സ്റ്റേറ്റ്. പക്ഷേ ഒരു തലം കൂടിയുണ്ട്, അത് ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ല. അത് സംസ്കൃതത്തിൽ തുരിയ അവസ്ഥ എന്ന് പറയുന്നു. തുരിയ അവസ്ഥ സൂപ്പർ നാച്ചുറൽ സ്റ്റേറ്റ്. അതിലേക്ക് ഇതുവരെ നമ്മൾ കടന്നു ചെന്നിട്ടില്ല. അപ്പോൾ ഈ 3 അവസ്ഥകൾക്കും അപ്പുറമുള്ള സൂപ്പർ നാച്ചുറൽ സ്റ്റേറ്റിലേക്ക് എത്തുന്ന ഒരാൾക്ക് ലോകം വളരെ വ്യത്യസ്തമായിട്ടാണ് അനുഭവിക്കുക. ജഗത്തിൽ മുഴുവനും ഈശ്വരൻ്റെ സൗന്ദര്യം വിളങ്ങുന്നത് അയാൾ അനുഭവിക്കുന്നു. അതിന് നമുക്ക് നമ്മുടെ മനസ്സിനെ അലിയിച്ച് കളയേണ്ടി വരുന്നു. ഡിസോൾവിങ് ദ മൈൻഡ്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും തലത്തിന് ഉയരണമെങ്കിൽ മനസ്സ് ഇല്ലാതാവണം.